കേരള പോലീസിലേക്ക് ഇപ്പോൾ SI തസ്തികയിലേക്കുള്ള അപേക്ഷ വിളിച്ചിട്ടുണ്ട്. ഇപ്പോൾ വന്നതേ ഉള്ളൂ. കൃത്യസമയത്ത് തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. മാക്സിമം നിങ്ങളിത് സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ളത്. +2 എന്ന് നിങ്ങൾ തംബ്നെയിലിൽ കണ്ടിട്ടുണ്ടാവും. എല്ലാവർക്കും +2 അല്ല. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. +2 ഉള്ളവർക്കും ഡിഗ്രി ഉള്ളവർക്കും അപേക്ഷിക്കാൻ പറ്റുന്ന പോസ്റ്റാണ് ഇപ്പോൾ സബ് ഇൻസ്പെക്ടർ എന്ന് പറയുന്നത്. വീഡിയോ കണ്ട് മനസ്സിലാവുമ്പോഴേക്കും നിങ്ങൾക്ക് ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ക്ലിയർ ആവുന്നതായിരിക്കും. എനിവേ വന്നിട്ടുള്ള നോട്ടിഫിക്കേഷൻ്റെ കംപ്ലീറ്റ് വിവരങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഏറെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന നമ്മുടെ സബ് ഇൻസ്പെക്ടർ പോസ്റ്റിലേക്കുള്ള അപേക്ഷ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും 30/12/2024 ഗസറ്റഡിൽ ഇന്ന് അപേക്ഷ തുടങ്ങിയതേ ഉള്ളൂ. വന്ന ഉടനെ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. വീഡിയോ ചെയ്തിടേണ്ട താമസം മാത്രമേ ഉള്ളൂ. 29/1/2025 വരെ നിങ്ങൾക്ക് ഇതിന് ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ സാധിക്കും. 29/1/2025 വരെ നിങ്ങൾക്ക് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. കാറ്റഗറി നമ്പർ കുറച്ചുണ്ട്. അതായത് ഓപ്പൺ മാർക്കറ്റ് അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെന്റിലുള്ളവർക്ക് അങ്ങനെ കുറച്ച് ഇതുണ്ട് കാറ്റഗറി. അത് വ്യക്തമായിട്ട് മുമ്പോട്ട് നിങ്ങൾ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഇനി പറയാൻ പോകുന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്ക് നിങ്ങൾ കേരള PSCൻ്റെ വെബ്സൈറ്റിൽ 1 ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തവരാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. ഇത് മാത്രമല്ല മറ്റ് പോലീസിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. നമ്മൾ കൃത്യമായിട്ട് വീഡിയോ ആയിട്ട് ചെയ്യും. ഓരോരോ വീഡിയോ ആയിട്ടാണ് നമ്മൾ സാധാരണ ചെയ്യാറുള്ളത്. കാരണം ഉദ്യോഗാർത്ഥികൾക്ക് കൃത്യമായിട്ടും വ്യക്തമായിട്ടുമുള്ള ധാരണ ഒരു നോട്ടിഫിക്കേഷൻ ക്ലിയർ ആയിട്ട് നമ്മൾ പറയുമ്പോൾ കിട്ടാറുണ്ട്. അപ്പോൾ 1 ടൈം രജിസ്ട്രേഷൻ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി പറയാൻ പോകുന്ന യോഗ്യതയുണ്ടെങ്കിൽ ഇനി കാറ്റഗറി നമ്പർ കൂടി നമ്മൾ പറയും. അപ്പോൾ 1 ടൈം പ്രൊഫൈലിൽ നിങ്ങൾ ലോഗിൻ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ OTP വെരിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നടത്തി ഇനി പറയാൻ പോകുന്ന കാറ്റഗറി നമ്പറിലൂടെ യോഗ്യത ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. നമ്മുടെ പോലീസിലേക്ക് ആംഡ് പോലീസ് ബറ്റാലിയനിലേക്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആംഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ പോസ്റ്റിലേക്കുള്ള അപേക്ഷയാണ് ഇപ്പോൾ വിളിച്ചിട്ടുള്ളത്. വുമൻസിന് ഇതിന് അപേക്ഷിക്കാൻ സാധിക്കത്തില്ല. 45,600 മുതൽ 95,600 വരെയാണ് ഇതിൻ്റെ ശമ്പളം പറഞ്ഞിട്ടുള്ളത്. വേക്കൻസി കൃത്യമായിട്ട് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. ഇനി നമുക്ക് വന്നിട്ടുള്ള റിക്രൂട്ട്മെൻറ്റിൻ്റെ കാറ്റഗറീസ് ഓരോന്ന് നോക്കാം. മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് എന്ന് പറയുന്നത് ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. യോഗ്യതയുള്ള എല്ലാവർക്കും അപേക്ഷിക്കാൻ സാധിക്കും. അതിൽ ആദ്യം വന്നിട്ടുള്ള നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് 508/2024 ആണ്. അത് ഓപ്പൺ മാർക്കറ്റാണ്. അതായത് നമ്മളെ പോലുള്ള സിവിലിയൻസിന് പുറത്തുള്ള ആൾക്കാർക്ക് അപേക്ഷിക്കാം. നോർമലി ഡിപ്പാർട്ട്മെൻറ്റിലോ അല്ലെങ്കിൽ മറ്റൊരു രീതിയിലും സർവീസ് ചെയ്യാത്തവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്നതാണത്. അതുപോലെ തന്നെ രണ്ടാമത്തെ കാറ്റഗറി നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും 509/2024. അത് കോൺസ്റ്റബിളറി ആണ്. അതായത് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് ഫ്രം ദി ഗ്രാജുവേറ്റ് ഹെഡ് കോൺസ്റ്റബിൾ പോലീസ് അതുപോലെ തന്നെ പോലീസ് കോൺസ്റ്റബിൾസ് എന്നൊക്കെ വിളിക്കുന്നൊരു നോട്ടിഫിക്കേഷനാണത്. ആൻഡ് ഓഫീസേഴ്സ് ഓഫ് അതർ സ്ഥലത്ത് നിന്ന്, അതായത് പോലീസ് വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റ് അങ്ങനെയുള്ള ഡിപ്പാർട്ട്മെൻറ്റ് എന്നൊക്കെ. അത് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് യൂസ്ഫുൾ ആവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ അറിവിൽ ഡിപ്പാർട്ട്മെൻറ്റിൽ സർവീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്ക് യൂസ്ഫുൾ ആവുന്നതായിരിക്കും. എനിവേ നമ്മുടെ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് കാറ്റഗറി നമ്പർ 1 അതായത് ആദ്യം പറഞ്ഞ ഈ കാറ്റഗറി നമ്പറിലാണ്. അതെല്ലാവർക്കും അപേക്ഷിക്കാൻ സാധിക്കും. അതിൻ്റെ ഓപ്പൺ മാർക്കറ്റ് എന്ന് അതിന് പറയും. അപ്പോൾ അതിൻ്റെ ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ 20 വയസ്സ് മുതൽ 31 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും. 2/1/1993 അതുപോലെ തന്നെ 1/1/2004 ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. SC അതുപോലെ തന്നെ ST ഇവർക്ക് 5 വർഷത്തെയും OBC വിഭാഗത്തിന് 3 വർഷത്തെയും പ്രായത്തിൽ ഇളവ് ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും. ഇനി നമുക്ക് സെക്കൻഡ് കാറ്റഗറി ആയിട്ടുള്ള കോൺസ്റ്റബിളറി നോക്കാം. 20 വയസ്സ് മുതൽ 36 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും. 2/1/1988 1/1/2004 ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്കാണ് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ക്വാളിഫിക്കേഷൻ മസ്റ്റ് ബി എ ഗ്രാജുവേറ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ തംബ്നെയിലൊക്കെ എന്തിനാണ് +2 കൊടുത്തതെന്നുള്ള കാര്യം നിങ്ങൾക്ക് സംശയമുണ്ടാകും. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇൻ ദി കേസ് ഓഫ് ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾഡ് ട്രൈബ്സ് കാൻഡിഡേറ്റ്സ് ഇഫ് സഫിഷ്യൻറ്റ് നമ്പർ ഓഫ് ഫുള്ളി ക്വാളിഫൈഡ് കാൻഡിഡേറ്റ് ആർ നോട്ട് അവൈലബിൾ ആപ്ലിക്കേഷൻ ഓഫ് ദീസ് ഹു ഹാവ് പാസ്ഡ് പ്രീ യൂണിവേഴ്സിറ്റി, അതായത് +2 പ്രീ ഡിഗ്രി ഒക്കെ പാസ്സായിട്ടുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓർ ഇക്വലന്റ് എക്സാമിനേഷൻ റെക്കഗ്നൈസ്ഡ് ബൈ യൂണിവേഴ്സിറ്റി ഷാൽ ബി കൺസിഡർ ഓൺലി ടു ഫിൽ അപ്പ് ദി കോട്ട റിസർവേഷൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് SC STക്കുള്ള കോട്ടയിൽ അവരെ മാത്രമേ അലോട്ട് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ അവരുടെ ഗ്രാജുവേറ്റ് ആയിട്ടുള്ളവരുടെ അഭാവത്തിൽ എന്ത് ചെയ്യും, +2 ഉള്ളവരെ സ്വീകരിക്കുന്നതായിരിക്കും. ഇനിയിപ്പോൾ +2 ഉള്ളവർക്കും അപേക്ഷിക്കാൻ സാധിക്കും. SC ST ആണ്, പ്രത്യേകം ശ്രദ്ധിക്കുക. SC ST ആണ്. ബാക്കിയുള്ള ജനറൽ ആയാലും അതുപോലെ തന്നെ OBC ആയാലും എല്ലാവർക്കും എന്ത് വേണം, ഗ്രാജുവേഷൻ മസ്റ്റ് ആണെന്ന് ശ്രദ്ധിച്ചിരിക്കുക. മസ്റ്റ് ബി എ ഗ്രാജുവേറ്റ് ആയിരിക്കണം. SC ST ആകുമ്പോൾ എന്ത് മതി, +2 മിനിമം പാസ്സായാൽ മതി എന്ന് ശ്രദ്ധിച്ചിരിക്കുക. പക്ഷേ എന്താണ്, SC STയിൽ സഫിഷ്യൻറ്റ് നമ്പർ ഓഫ് ഗ്രാജുവേറ്റ്സ് ഇല്ലെങ്കിലാണ്
ഈ +2 ഉള്ള യോഗ്യതയുള്ളവരെ പരിഗണിക്കാമെന്ന് പ്രത്യേകം ഇവിടെ പറയുന്നുണ്ട്. അത് കാറ്റഗറി 1-ലാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക. കോട്ട റിസർവേഷൻ ഫോർ ദി അണ്ടർ കാറ്റഗറി 1, അതായത് നമ്മളെപ്പോലുള്ള പുറമേ ഉള്ളവർ അപേക്ഷിക്കുമ്പോഴുള്ള കാര്യമാണ് പറയുന്നത്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇവിടെ അഡീഷണൽ ആയിട്ട് പറയുന്നുണ്ട്. എനിവേ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളിലേക്ക് നോക്കാം. ഫിസിക്കൽ ഫിറ്റ്നസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ 167 സെൻറ്റിമീറ്റർ ഉയരം വേണമെന്ന് ശ്രദ്ധിച്ചിരിക്കുക. പിന്നെ ചെസ്റ്റിൻ്റെ കാര്യം 81 സെൻറ്റിമീറ്റർ ചെസ്റ്റ് വേണം, 5 സെൻറ്റിമീറ്റർ ചെസ്റ്റ് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് സാധിച്ചിരിക്കണം എന്നും കൂടി പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. അതുപോലെ തന്നെ ഹൈറ്റ് ആൻഡ് ചെസ്റ്റ് മെഷർമെൻറ്റ് 160 സെൻറ്റിമീറ്റർ ഉയരം പറയുന്നുണ്ട്. അത് ആർക്കാ നോക്കുകയാണെങ്കിൽ SC/ST ഉദ്യോഗാർത്ഥികൾക്കാണ്. ആദ്യം നമ്മൾ പറഞ്ഞിട്ടുള്ളത് ജനറൽ OBC EWS അങ്ങനെയുള്ള കാറ്റഗറിക്കാണെങ്കിൽ SC/STക്ക് 160 ഉയരം മതി. അതുപോലെ തന്നെ 76 സെൻറ്റിമീറ്റർ ചെസ്റ്റ് വേണം. അത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 5 സെൻറ്റിമീറ്റർ എക്സ്പാൻഡ് ചെയ്യാനും പറ്റിയിരിക്കണമെന്ന് ശ്രദ്ധിച്ചിരിക്കുക. പിന്നെ ഐസൈറ്റും കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആയിരിക്കണമെന്ന് ശ്രദ്ധിക്കുക. പിന്നെ ആദ്യം PSCൻ്റെ പരീക്ഷ ഉണ്ടാവും. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ടാകുന്നതായിരിക്കും. 100 മീറ്റർ ഓട്ടം ഉണ്ട്, 14 സെക്കൻഡിൻ്റെ ഉള്ളിൽ. ഹൈ ജമ്പ് ഉണ്ട് 132.20 സെൻറ്റിമീറ്റർ. അതുപോലെ ലോങ് ജമ്പ് ഉണ്ട് 457.20 സെൻറ്റിമീറ്റർ. പുട്ടിംഗ് ദി ഷോട്ട് ഉണ്ട് 609.60 സെൻറ്റിമീറ്റർ. അതുപോലെ ത്രോയിങ് ദി ക്രിക്കറ്റ് ബോൾ ഉണ്ട് 6096 സെൻറ്റിമീറ്റർ. അതുപോലെ റോപ്പ് ക്ലൈമ്പിംഗ് ഉണ്ട്, കൈകൾ മാത്രം ഉപയോഗിച്ച് കയറിലേക്ക് കയറുന്നതാണ് 365.80 സെൻറ്റിമീറ്റർ. പുള്ളപ്പ് ഓർ സ്പിന്നിങ് 8 തവണ എടുത്തിരിക്കണം. 1500 മീറ്റർ ഓട്ടം ഏകദേശം 5 മിനിറ്റ് 44 സെക്കൻഡിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ചെയ്യണമെന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഇവിടെ പറയുന്ന ഈ ഒരു 8 ഫിസിക്കൽ ഐറ്റത്തിൽ നിന്ന് നിങ്ങൾ മിനിമം 5 എണ്ണം ക്വാളിഫൈ ചെയ്താൽ മതിയെന്ന് ശ്രദ്ധിച്ചിരിക്കുക. മിനിമം 5 എണ്ണം നിങ്ങൾ ക്വാളിഫൈ ചെയ്താൽ തന്നെ നിങ്ങൾ ഫിസിക്കൽ പാസ്സാവുന്നതായിരിക്കും. എല്ലാം ക്വാളിഫൈ ചെയ്യേണ്ട, മിനിമം 5 എണ്ണം ക്വാളിഫൈ ചെയ്താൽ തന്നെ നിങ്ങൾ ഫിസിക്കൽ പാസ്സാവുന്നതായിരിക്കും എന്ന് ശ്രദ്ധിച്ചിരിക്കുക. സോ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും പറയാനുള്ളത്. അപേക്ഷിക്കാൻ യോഗ്യതയുള്ള താല്പര്യമുള്ളവർ വളരെ പെട്ടെന്ന് അപ്ലൈ ചെയ്യുക. അതുപോലെ യോഗ്യരായിട്ടുള്ള സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്യാനും മറക്കേണ്ട.